ഇന്നതേ ഇതാണ് നമ്മുടെ മെയിൻ വിഷയം. ഈ കിറ്റിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്നത് തണുപ്പ് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിലായിരുന്നു പൊങ്ങിക്കിടക്കണ കണ്ടില്ലേ, ഐസായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി മാത്രം ഇങ്ങനെ മുക്കിയിട്ടേക്കുന്നതാണ്. മുക്കിയിടാമോന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടണ കാരണം എനിക്കിതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒന്നും അറിയില്ല. ഇതാണ് ഐറ്റം. ഇതിന് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കല്ലുമ്മക്കായ എന്ന് പറയും. ഇത് ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇത് എങ്ങനെ കുക്ക് ചെയ്യണമെന്നോ ഇതിൻ്റെ ബാക്കി വശങ്ങൾ എന്താണെന്നോ ഒന്നും അറിയില്ല. ഇപ്പം നിലവിൽ നമ്മളിതേ വെള്ളത്തിലിട്ട് ഇത് കഴുകണമെന്ന് യൂട്യൂബ് നോക്കിയപ്പോൾ മനസ്സിലായി. സോ നമ്മളെല്ലാം നീറ്റായിട്ട് കളയാണ്, കഴുകിയെടുക്കാൻ പോയാണ്. ഇതിൽ ഐസൊന്നും ഫുൾ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് നേരോടെ ഇത് വെള്ളത്തിലിടേണ്ടി വരും. ഇതിനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഇറച്ചി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ വിടിയിച്ചെടുക്കണമെന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. ഇതൊക്കെ നോക്കാം. ഇത് നീ പറിച്ചെടുത്തല്ലേ, ഈ സാധനം പറിച്ചെടുക്കുമ്പോൾ കൂടി മാറ്റി വണ്ണത്തിൽ എന്താ എന്താ ചാടാനുള്ള ഉദ്ദേശമാണ്? ചാടിക്കോ. നീ എൻ്റെ കൊച്ചിനെ പേടിപ്പിക്കുന്ന ആ ഓടിച്ചിട്ട് ഞാൻ താഴെ ഇറങ്ങിക്കോ. ഇനി ഇറങ്ങിക്കോ. ഓ ഓ ഓ ഓ അവളെ ഞാൻ ഓടിച്ചിട്ട് നീ വാ, ഇറങ്ങി വാ, താഴേക്ക് വാടാ. ഓ ചായയാണോ? വേണ്ടേ? നീ താഴേക്ക് പോര്. അവനെ ഓടിച്ച് പോയി. വേറെ ബക്കറ്റിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. അപ്പോൾ എത്തണ്ടെന്ന് അങ്ങോട്ട് മാറിയുന്നു. ചിത്രത്തിന് 220.
റേറ്റ് ഉണ്ടാവും. ഇത് നല്ലോണം നീറ്റാക്കി കഴുകിയതിന് ശേഷം എനിക്ക് ഓഫീസിൽ പോകേണ്ട ടൈമായിരുന്നു കേട്ടോ. രാവിലെ തന്നെയാണ് ഇത് എടുത്തേക്കണേ. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഈ ഒരു രീതിയിലാക്കി എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കളയണം. ഈ വേസ്റ്റ് കളയണമെന്നുള്ളത് മുതൽ നമ്മൾ യൂട്യൂബ് നോക്കി കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയതാണ് കേട്ടോ. ആ കക്ക അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. നന്നാക്കി വന്നപ്പോൾ കുറച്ചേ ഉണ്ടായുള്ളൂ കേട്ടോ. നമ്മൾ ഇതുവരെ ചെയ്യാത്ത പണികളൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ക്യൂരിയോസിറ്റി ഒക്കെ കൂടൂലേ. അതേ ക്യൂരിയോസിറ്റി തന്നെ കേട്ടോ ഞാൻ ഇതെല്ലാം ഓരോന്ന് നന്നാക്കണേ. അത് കാരണം ഇത് നന്നാക്കി കഴിഞ്ഞ ടൈം ഞാൻ അറിഞ്ഞില്ല. ഇത് അത്യാവശ്യം നല്ല ടൈം എടുത്തായിരുന്നു. പക്ഷെ എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല കേട്ടോ നന്നാക്കിയത് പറഞ്ഞ്. ഫുൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ കളഞ്ഞു വന്നതുകൊണ്ടുകൂടി നമ്മുടെ കയ്യിൽ പോലും നിൽക്കാതെ അത്രയും ചുരുക്കത്തിലേക്കാണ് ഇറച്ചിയും കാര്യങ്ങളും ഉണ്ടായുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഈ ചെറിയ ബൗളാണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ. അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മീറ്റും കാര്യങ്ങളും ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും. റെസിപ്പി കുറേ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് തന്നെ കുളമാവാതിരിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ് ഞാൻ റെഡിയാക്കുന്നത്. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും, ആവശ്യത്തിന് ഉപ്പൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് വേപ്പിലേക്ക് ഇട്ട് അതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പൊരിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. വേറെ അഡീഷണലായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ആദ്യം കുഴച്ച് വന്നപ്പോൾ കളർ കുറച്ച് കുറവാണെന്ന് തോന്നിയായിരുന്നു. ഞാൻ കുറച്ചുകൂടിയും കാശ്മീരി മുളക് ആഡ് ചെയ്തതിന് ശേഷം അത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. ബൈ.